കിടപ്പാടത്തിന്റെ പകുതിയും പ്രളയത്തിൽ പുഴയെടുത്തതോടെ തകർന്ന കൂരയിൽ ജീവൻ പണയപ്പെടുത്തി അന്തിയുറങ്ങുകയാണ് വയനാട്ടിലെ ഒരമ്മയും മകനും. വിളമ്പുകണ്ടം വാറുമ്മൽക്കടവിലെ മൈമുനയും മകനും ഇതിനോടകം അഭയം തേടി മുട്ടിവിളിക്കാത്ത വാതിലുകളില്ല. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ വീണ്ട അവസ്ഥ പുറകിടിഞ്ഞ് വിട്ട് വേലായിട്ടിട്ട് ഭയങ്കര കുഴി. അടുക്കളയടക്കം പിന്നാമ്പുറം പൂർണ്ണമായും പുഴയെടുത്തു. ഓർമ്മയിൽ ആ പ്രളയകാലം ഇപ്പോഴും കുലം കുത്തിയൊഴുകുന്നു. വീടിന്റെ പിൻഭാഗം ബാക്കി ഏത് നിമിഷവും പുഴയെടുക്കാം. മഴ വരുമ്പോൾ പേടിയാണ്. മഴ വരും, നല്ല മഴയാണെങ്കിൽ ഇവിടുന്ന് ചട്ടിയും പാത്രത്ത് പോകണം. ഏത് സമയം നോക്കണം, ചരിഞ്ഞ് നിൽക്കുന്ന ഇവിടെ അല്ലേ. അപ്പോൾ ഈ സമയം ഞാനങ്ങ് അപ്പോൾ കുട്ടികളെയും കൊണ്ട് ഞാൻ വേഗം പോകും. പകുതി തകർന്ന വീടിന്റെ ചുമരുകളെല്ലാം വിണ്ടുകീറി അപകടാവസ്ഥയിലാണ്. കട്ടിള തകർന്ന പിൻവാതിൽ അടയ്ക്കാനാകില്ല. ജനപ്രതിനിധികളെയും അധികൃതരെയും പലതവണ സമീപിച്ചു. ഒരു നടപടിയുമുണ്ടായില്ല. രാഹുൽ ഗാന്ധി എംപിയുടെ കൈത്താങ് പദ്ധതിയിലും സർക്കാരിന്റെ നവകേരള സദസ്സിലും വീടിനായി പരാതി നൽകി. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ തന്റെ വീടിന്റെ അടുക്കള ഭാഗം പുഴ കവർന്നതിന്റെ ഞെട്ടലിൽ നിന്ന് മൈമൂന ഇനിയും മുക്തയായിട്ടില്ല. പ്രശ്നപരിഹാരത്തിനായി അധികൃതരെ പലതവണ സമീപിച്ചെങ്കിലും അവഗണന മാത്രമാണ് ബാക്കി. എന്നെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്ന് കനിവുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണിവർ. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.